അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക കറി വെക്കാനാണ് ഞാൻ പോകുന്നത്. ഇത്രയും ദിവസം മീനൊക്കെ കൂട്ടി മടുത്തു. ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് പച്ചക്കറി കൂട്ടാം. പച്ചക്കറി വെക്കാറുണ്ട് ഇടയ്ക്ക് കേട്ടോ, പക്ഷേ മീനും ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് വെണ്ടയ്ക്ക, നല്ല കുറച്ച് വെണ്ടയ്ക്ക, ഇളം വെണ്ടയ്ക്കയാണ് വാങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു കറി വെക്കാമെന്ന് ഓർത്തു. തീയലൊന്നുമല്ല, അല്ലാതൊരു കറി. അപ്പോൾ ഞാൻ ആദ്യം വെണ്ടയ്ക്ക അരിഞ്ഞ് അതൊന്ന് നന്നായിട്ട് ഉപ്പിട്ടൊന്ന് വഴറ്റിയെടുത്തു. പകുതി ഒന്ന് വഴറ്റിയെടുത്തുള്ളൂ കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഇനി കടുകിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് സവാളയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് സവാള, ഒരു 3 സവാള ഞാൻ പൊടിയായി അരിഞ്ഞാണേ, അതും ഇട്ട് കൊടുത്ത് ഒരു 3 തക്കാളി നന്നായിട്ടൊന്ന് പൊടിയായിട്ട് അരിഞ്ഞ് 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടുന്നതിന് മുമ്പേ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരിച്ചിരി ഉലുവാപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് അതിൻ്റെ എണ്ണ തെളിയുന്നിടം വരെ നന്നായിട്ട് നമ്മൾ ഗ്രേവി ഒന്ന് മൂപ്പിച്ച് ഒന്നെടുക്കണം. നന്നായിട്ടൊരു എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇച്ചിരി പിഴുപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ, അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം തക്കാളിയുടെ പുളിയുണ്ട്, എന്നാലും ഇച്ചിരി പുളി ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇച്ചിരി പുളി കൂടി നിൽക്കുന്നത് നല്ലതാണ്. ഞാൻ ഇച്ചിരി പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടി നമ്മൾ ഗ്രേവിയിലെ എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് അരപ്പൊന്ന് മൂത്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ നന്നായിട്ട് അരപ്പൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കണ്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് തിളച്ചിട്ടാണ് ഞാൻ വെണ്ടയ്ക്ക ഇടുന്നത്. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വഴറ്റി വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് ഒരുപാട് ഇളക്കൊന്നും വേണ്ട, ഓൾറെഡി അത് പകുതി വെന്തിരിക്കുന്നതാണ്. പതിയെ ഇളക്കി അതിൽ നമ്മുടെ വെണ്ടയ്ക്ക അങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി. ഞാൻ ഉപ്പ് വെണ്ടയ്ക്കയിലിട്ടത്, എന്നാലും ഉപ്പ് ഇച്ചിരി ഇട്ടിട്ടുള്ളായിരുന്നു. ഉപ്പ് നോക്കി ഉപ്പ് കുറവാണ്, ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുത്തു. നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് ഗ്രേവിയോട് കൂടിയുള്ള കറിയല്ല കേട്ടോ, ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ, ചോറിനും കഴിക്കാം. അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്.